സച്ചിയുടെയും രേവതിയുടെയും ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ ചന്ദ്രമതി വർഷയുടെ അമ്മയുടെ മുമ്പിൽ വെച്ച് സ്വർണത്തിന്റെ പേരിൽ തന്നെ അപമാനിച്ച് സംസാരിക്കുമ്പോൾ തന്റെ താലിമാല അടക്കം അവർ കൂരിക്കൊടുക്കുകയാണ് രേവതി. നിങ്ങൾ തന്ന ഒരു സ്വർണവും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടതെല്ലാം എന്റെ ഭർത്താവ് വാങ്ങിച്ചു തരും, നിങ്ങൾ കണ്ടോന്നൊക്കെ ചന്ദ്രമതിയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് രേവതി. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം കുറച്ച് പൈസ കയ്യിൽ വരുമ്പോൾ സച്ചി രേവതിക്കായിട്ട് ഒരു താലി വാങ്ങുന്നുണ്ട്. സച്ചി അങ്ങനെ അതുമായിട്ട് വീട്ടിലേക്ക് വന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തി വളരെ സന്തോഷത്തോടെ അത് രേവതിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ എന്താടാ അതെന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. അച്ഛാ, അവളുടെ ഭർത്താവ് തന്നെ അവൾക്ക് വേണ്ട സ്വർണം വാങ്ങിച്ചു കൊടുക്കുമെന്ന് അവൾ ശപഥം ചെയ്തിരുന്നില്ലേ? പറഞ്ഞതുപോലെ ഞാൻ സമ്പാദിച്ച ക്യാഷ് കൊണ്ട് അവൾക്ക് വേണ്ടി വാങ്ങിയ താലിയാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് സച്ചി. അധ്വാനിച്ച ക്യാഷ് കൊണ്ട് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണെന്നും കൂടിയും സച്ചി പറയുമ്പോ സച്ചിയെ അഭിനന്ദിക്കുന്നുണ്ട് രവീന്ദ്രനും ശ്രീകാന്തും വർഷയും. തുടർന്ന് രേവതിയുടെ കയ്യിലേക്ക് അത് കൊടുക്കുന്ന സമയത്ത് നിറഞ്ഞ സന്തോഷത്തോടു കൂടി സച്ചിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രേവതി. തുടർന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ, എന്റെ സച്ചിയേട്ടൻ എനിക്ക് വേണ്ടി സ്വർണം വാങ്ങിച്ചു തരുമെന്ന്. എന്റെ സച്ചിയേട്ടൻ സ്വന്തമായിട്ട് സമ്പാദിച്ച ക്യാഷ് കൊണ്ട് എനിക്ക് വാങ്ങിച്ചു തന്നതാണ് ഇത്, ഇതാ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അത് ചന്ദ്രമതിക്ക് കാണിച്ചു കൊടുക്കുമ്പോ ഇഷ്ടമില്ലാത്ത രീതിയിൽ മുഖം തിരിക്കുകയാണ് അവര്. ചന്ദ്ര ഒന്നും മിണ്ടാത്തതെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോ ഇവൾ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ ഇവൻ 5 പവന്റെ താലിയാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതെന്ന്. ഇപ്പോൾ ഒരു താലി ലോക്കറ്റ് മാത്രമല്ലേ, ഒരു അരപ്പവനെങ്കിലും കാണുമോ അതെന്നും പറഞ്ഞ് ചന്ദ്രമതി പരിഹസിക്കുമ്പോ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി വാങ്ങിത്തരുന്നത് എത്ര ചെറുതാണെങ്കിലും അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിധി തന്നെയാണെന്ന് നല്ല ചുട്ട മറുപടി തന്നെ രേവതി ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. തുടർന്ന് രേവതിയുടെ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞ ചരടിൽ ആ താലി കോർത്തിടാൻ സച്ചി പറയുമ്പോ ഇപ്പൊ വേണ്ട സച്ചിയേട്ടാ, അതിനുള്ള സമയം ഇതല്ല, എനിക്കൊരു ഐഡിയ തോന്നുന്നെന്നൊക്കെ രേവതി പറയുമ്പോ എന്ത് ഐഡിയ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയാം സച്ചിയേട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് രേവതി ആ താലിയുമായിട്ട് മുറിയിലേക്ക് പോകുമ്പോ ഇവളുടെ മനസ്സിൽ എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് സച്ചിയും അവൾക്ക് പിന്നാലെ പോകുന്നുണ്ട്. മുറിയിലെത്തിയ രേവതി നിറഞ്ഞ മനസ്സോടെ ആ താലി ലോക്കറ്റിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ സച്ചിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്താ അതും കയ്യിൽ പിടിച്ചിരിക്കുകയാണോ, നിന്റെ മനസ്സിൽ എന്താണെന്ന് പറ രേവതി എന്നൊക്കെ പറയുമ്പോ അറിയാം സച്ചിയേട്ടാ, അതിനു മുമ്പ് സച്ചിയേട്ടൻ നാളെ എന്റെ കൂടെ ഒരിടം വരെ വരണം, വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ വരാമെന്ന് സമ്മതിക്കുന്നുണ്ട് സച്ചി. പിന്നീട് പിറ്റേന്ന് രാവിലെ നന്നായിട്ട് ഒരുങ്ങി വന്ന് സച്ചിയെയും കൂട്ടി അമ്പലത്തിലെത്താണ് രേവതി. അമ്പലത്തിലാണെങ്കിൽ സച്ചി അറിയാതെ ഒരു വിവാഹത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവും രേവതിയുടെ വീട്ടുകാര്. അതെല്ലാം കണ്ടിട്ടും ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിൽക്കുകയാണ് സച്ചി. ആരും മനസ്സിലാവാതെ നിൽക്കുന്ന സച്ചിയുടെ കയ്യിലേക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുത്തു വെച്ച് കൊടുത്ത് അത് മാറ്റി വരാൻ ശരത്തിന്റെ കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സ് എല്ലാം മാറ്റി വന്ന സച്ചിയുടെയും രേവതിയുടെയും മുമ്പിലേക്ക് പൂജിച്ച താലിമാലയും പൂമാലയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പൂജാരി. പൂജാരി സച്ചിയോട് ഈ താലിമാല എടുത്ത് രേവതിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാൻ പറയുമ്പോ കെട്ടണോന്നൊക്കെ ചോദിക്കുമ്പോ സച്ചി ഏട്ടനല്ലേ എന്റെ ഭർത്താവ് എന്ന് പറയുന്നതും ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോ ഒന്നുകൂടി കെട്ടിക്കൊടുത്തേക്ക് ഏട്ടാ, ഇന്നാണ് നിങ്ങളുടെ ശരിക്കുമുള്ള കല്യാണം എന്ന് പറയാണ് ദേവു. ഓ, അപ്പൊ അതിനായിരുന്നോ ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എന്നോട് വരാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോ അതെ ഏട്ടാ, ചേച്ചി രാവിലെ തന്നെ ഞങ്ങളെ വിളിച്ച് എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെക്കാൻ പറയുകയായിരുന്നെന്നൊക്കെ ദേവ് സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ രേവതി ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോ സച്ചി ഏട്ടൻ സ്വന്തം ക്യാഷ് കൊണ്ട് വാങ്ങിയ താലി സച്ചി ഏട്ടന്റെ കൈ കൊണ്ട് തന്നെ കെട്ടിത്തരണമെന്ന് എനിക്കൊരു ആഗ്രഹം എന്നെല്ലാം രേവതി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ലക്ഷ്മി അമ്മ സച്ചിയോടായിട്ട് പറയുന്നത് രേവതി ഇക്കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കും ഒന്നും മനസ്സിലായില്ല മോനെ, വേണോ എന്ന് ഞാൻ ഇവളോട് ചോദിച്ചതാണ്. ആദ്യത്തെ തവണ മോൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ അവൾക്കൊട്ടും സന്തോഷമില്ലായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ താലി അവളുടെ കഴുത്തിൽ നിൽക്കാതെ പോയത്. അപ്പോൾ നിറഞ്ഞ മനസ്സോടെ മോന്റെ കൈകൊണ്ട് ആ താലി അവളുടെ കഴുത്തിൽ കെട്ടാൻ അവൾക്കൊരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി എന്നെല്ലാം ലക്ഷ്മി അമ്മ സച്ചിയോട് പറയുന്നുണ്ട്. അത് ശരിയാ, അന്ന് പെട്ടെന്ന് കല്യാണം നടന്നപ്പോൾ എന്റെ കല്യാണമാണ് എന്നുള്ള ചിന്ത പോലും എനിക്കില്ലായിരുന്നു. അച്ഛൻ എന്നോട് അപേക്ഷിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ അതിന് സമ്മതിക്കുകയായിരുന്നു. എന്തിന്, ഇവളുടെ മുഖം പോലും ഞാൻ അന്ന് ശരിക്കും കണ്ടിട്ടില്ലെന്നൊക്കെ സച്ചി പറയുമ്പോ അപ്പൊ രണ്ടുപേർക്കും ഇഷ്ടമില്ലാതെയാണോ അന്ന് നിങ്ങളുടെ വിവാഹം നടന്നതെന്ന് ചോദിക്കുന്നുണ്ട് പൂജാരി. അന്ന് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടമില്ലാതെയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുമ്പോ കല്യാണത്തിന് ജാതക പൊരുത്തം മാത്രം നോക്കിയാൽ പോരാ, മനപ്പൊരുത്തവും കൂടെ നോക്കണം. നിങ്ങളുടെ കാര്യത്തിൽ കല്യാണത്തിന് ശേഷമാണ് അതുണ്ടായതെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പൂജാരി പറയുന്നത് കേൾക്കുമ്പോ സച്ചിയും രേവതിയും സന്തോഷത്തോടെ പരസ്പരം മുഖാമുഖം നോക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഇന്ന് നല്ലൊരു ദിവസമാണ്, ഇന്നത്തെ ദിവസം കല്യാണം നടന്നാൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാലം മുന്നോട്ട് ജീവിക്കാമെന്നും കൂടിയും പൂജാരി പറയുമ്പോ അപ്പൊ എന്റെ കല്യാണം നടത്താനാണല്ലേ എന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് കളിയായി ചോദിക്കുന്നുണ്ട് സച്ചി. ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് നിറഞ്ഞ മനസ്സോടെ ഒരിക്കൽ കൂടി രേവതിയെ താലി ചാർത്താൻ തുടങ്ങുകയാണ് സച്ചി. ലക്ഷ്മി അമ്മയോട് ആ താലി തന്റെ കയ്യിലേക്ക് എടുത്തു തരാൻ സച്ചി പറയുമ്പോ ഞാനോന്ന് ചോദിക്കണതും അച്ഛനില്ലല്ലോ, അപ്പൊ അമ്മയല്ലേ എടുത്തു തരേണ്ടതെന്നും കൂടിയും സച്ചി പറയുമ്പോ ഒത്തിരി സന്തോഷത്തോടെ ലക്ഷ്മി അമ്മ ആ താലി എടുത്ത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. സച്ചി ആ താലിയും കൊണ്ട് രേവതിയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അന്ന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെയാണ് കെട്ടിയത്,
നിറഞ്ഞ മനസ്സോടെ എന്റെ പൂർണ്ണ സമ്മതത്തോടെ നിന്നെ എന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചു കൊണ്ടാണ് ഞാനിത് കെട്ടുന്നതെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും സച്ചി ആ താലി രേവതിയുടെ കഴുത്തിൽ കെട്ടുന്നത്. സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് ലക്ഷ്മിയമ്മ. സച്ചി അങ്ങനെ ഒരിക്കൽ കൂടെ രേവതിയെ താലി ചാർത്തുന്നതും അവിടെ കൂടിയവരെല്ലാം അവരുടെ മേലേക്ക് പൂക്കൾ വിതറി അനുഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഒരു വിവാഹം നടക്കുന്നത് പോലെ തന്നെ പൂജാരി പറഞ്ഞു കൊടുത്തത് പ്രകാരം വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും ചെയ്തു തീർക്കുന്നുണ്ട് സച്ചിയും രേവതിയും. അങ്ങനെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അവിടെ നിന്ന് പോവാൻ ഒരുങ്ങാണ് രണ്ടുപേരും. ശരത്തും ദേവും വന്ന് രണ്ടുപേരെയും അഭിനന്ദിക്കുന്നുണ്ട്. ശരത്ത് തന്റെ മൊബൈലിൽ അവരുടെ ഫോട്ടോയൊക്കെ എടുക്കുന്ന സമയത്ത് സച്ചി രേവതിയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ തിരികെ വീട്ടിലെത്തുകയാണ്. പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവരെ പോലെ പൂമാലയൊക്കെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ടായിരിക്കട്ടോ അവർ വീട്ടിലേക്ക് കയറി വരുന്നത്. ഇങ്ങനെ വരുന്ന അവരെ കണ്ട് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താടാ ഇത്, കടയിൽ വിൽക്കാൻ വെച്ചിരുന്ന പൂക്കളെല്ലാം കഴുത്തിൽ ഇട്ടുകൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര. അല്ലച്ചാ, കല്യാണ ദിവസം മാലയും അണിഞ്ഞുകൊണ്ട് വരുന്നതാണല്ലോ പതിവെന്നൊക്കെ സച്ചി പറയുമ്പോ അതിന് ഇന്ന് നിങ്ങളുടെ കല്യാണ ദിവസമല്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് ശ്രീകാന്ത്. കല്യാണ ദിവസമല്ല, കല്യാണം കഴിഞ്ഞ ദിവസം ഞാൻ ഇവൾക്ക് താലി വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഐഡിയ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ വെച്ച് ഒരിക്കൽ കൂടി ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രവീന്ദ്രനും ശ്രീകാന്തിനും. കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലേ നടക്കൂ. ഇതെന്താ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെ ചെയ്യാമെന്ന് കരുതിയോ? ഇതൊന്നും അത്ര നല്ലതല്ലെന്നൊക്കെ ചന്ദ്ര പറയുമ്പോ അതിന് ഞാൻ വേറെ ആരെങ്കിലും അല്ലല്ലോ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഭാര്യയെ തന്നെയല്ലേ ഞാൻ വീണ്ടും താലി കെട്ടിയിട്ടുള്ളത്. ഇത് എത്ര വലിയ തെറ്റാണോന്ന് സച്ചി ചന്ദ്രയുടെ മുഖത്തടിച്ചതുപോലെ ചോദിക്കുന്നുണ്ട്. ഒരു തെറ്റുമില്ല മോനെ, നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാനിപ്പോ വരാമെന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ വർഷയോട് ആരതി തട്ടെടുക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് മനസ്സിലാക്കുന്ന രവീന്ദ്രൻ ചന്ദ്രയെ നിർബന്ധിച്ച് അതിന് സമ്മതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രന്റെ നിർബന്ധത്തിന് വഴങ്ങി വലിയ താല്പര്യമൊന്നുമില്ലാതെ അവരെ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുകയാണ് ചന്ദ്ര. ലക്ഷ്യത്തോടെ ആരതി ഒഴിയുന്ന ചന്ദ്രയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടേ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ രേവതിയെ തന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ട് സച്ചി. തുടർന്ന് രവീന്ദ്രൻ അവരോട് അകത്തേക്ക് കയറി വരാൻ പറയുമ്പോ വലത് കാൽ വെച്ച് കയറാൻ രേവതിയോട് പറയുന്നുണ്ട് സച്ചി. അങ്ങനെ നവദമ്പതികളെ പോലെ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചതിനു ശേഷം രവീന്ദ്രന്റെയും ചന്ദ്രയുടെയും അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് രണ്ടുപേരും. അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഒരിക്കൽ കൂടി കഴിഞ്ഞു അച്ഛാ, ഇനി അച്ഛമ്മയോട് വരാൻ പറ, ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നടത്തണ്ടേന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോ വാ പൊളിച്ചു പോകുന്നുണ്ട് ചന്ദ്രയും ശ്രുതിയും. ഇതിയാണെങ്കിൽ ആകെ നാണത്തോടെ സച്ചിയേട്ടൻ ഇത് എന്തൊക്കെയായി പറയുന്നത്, ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അവനെയും വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അവർ പോയ ശേഷം ആന്റി ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോ ഓവർ ആണെന്ന് പറയാനുണ്ടോ, ഇതൊക്കെ കാണണമെന്നായിരിക്കും എന്റെ തലവിധി എന്നും പറഞ്ഞു പരിതപിക്കുകയാണ് ചന്ദ്ര. തുടർന്ന് ഒരു അരപ്പവന്റെ താലി വാങ്ങിയതിനാണ് അവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ശ്രുതി, നീ നിന്റെ അച്ഛനോട് പറഞ്ഞു കുറച്ച് സ്വർണം വാങ്ങിപ്പിക്കണം, എന്നിട്ട് അതെല്ലാം ഇട്ട് ഇവറ്റകളുടെ മുമ്പിലൂടെ നടക്കണമെന്നൊക്കെ പറയുമ്പോ ചന്ദ്രയോട് എന്ത് പറയണമെന്നറിയാതെ വിഷമത്തോടെ തല കുലുക്കി സമ്മതിക്കുകയാണ് ശ്രുതി. പിന്നീട് അന്നത്തെ രാത്രി മുറിയിലെത്തി ചുറ്റും നോക്കുന്ന സച്ചിയോട് സച്ചിയേട്ടൻ എന്താ ഈ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. ഇവിടെ എന്താ പൂവൊന്നും വെക്കാത്തതെന്ന് സച്ചി ചോദിക്കുമ്പോ എല്ലാ പൂവും ഞാൻ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെന്ന് രേവതി പറയണതും അപ്പൊ ഇവിടെയൊന്നും ഒരുക്കിയിട്ടില്ലെന്ന് സച്ചി ചോദിക്കുന്നതും എന്ത് ഒരുക്കുന്ന കാര്യമാ സച്ചിയേട്ടൻ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ എന്താ രേവതി ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്, ഇന്നല്ലേ ശരിക്കും നമ്മളുടെ കല്യാണം നടന്നത്, ഇന്നല്ലേ നമ്മുടെ ശാന്തി മുഹൂർത്തം എന്നൊക്കെ സച്ചി പറയുമ്പോ രേവതിയാണെങ്കിൽ നാണത്തോടെ സച്ചിയേട്ടൻ ഒന്ന് പോയേ, മര്യാദക്ക് പോയി കിടക്കെന്നൊക്കെ പറയുമ്പോ ശരി എന്നാ പോയി കിടന്നേക്കാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ വന്ന് രേവതിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ട്. എന്താ രേവതി നിനക്കൊരു താല്പര്യമില്ലാത്ത പോലെ, ഇന്ന് നമ്മുടെ കല്യാണമാണെന്ന് നീ പറഞ്ഞു, അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് നൈറ്റും നടക്കണ്ടേന്നൊക്കെ സച്ചി പറയുമ്പോ കളിയാക്കാതെ ഒന്ന് പോയേ സച്ചിയേട്ടാന്ന് പറയുന്നതും കളിയാക്കിയതല്ല, ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്, ഇവിടെ ഇരിക്കെ ഞാൻ പൂക്കളൊക്കെ എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് പോവാനൊരുങ്ങുമ്പോ നിൽക്ക് സച്ചിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട് രേവതി. രേവതി തന്റെ കയ്യിൽ പിടിക്കുന്നതും അവളെ നേരെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് ഇറുക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സച്ചി. പൂവൊന്നും ബാക്കിയില്ല സച്ചിയേട്ടാ, ഞാൻ എല്ലാം മാല കെട്ടി വെച്ചിരിക്കുകയാണ്, സച്ചിയേട്ടൻ പോയി കിടക്കെന്നൊക്കെ രേവതി വീണ്ടും പറയുമ്പോ എനിക്കിപ്പോൾ കിടക്കാനേ തോന്നുന്നില്ല രേവതി, ഇനി അഥവാ കിടന്നാലും ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഇന്നാണ് ശരിക്കും നമ്മുടെ കല്യാണം നടന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വേറെ എന്തിനൊക്കെയാണ് തോന്നുന്നതെന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈ പിടിച്ച് ഒരു റൊമാൻറ്റിക് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് സച്ചി. തുടർന്ന് രേവതിയുടെ കൈ പിടിച്ച് തന്റെ തോളിലേക്ക് വെച്ചുകൊണ്ട് നിനക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലേ രേവതി എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്കും സന്തോഷമുള്ള ദിവസം തന്നെയാണ് സച്ചിയേട്ടാ, എന്ന് വെച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ കല്യാണ ദിവസമാക്കി മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല
അല്ലല്ലോ, ഇഷ്ടമില്ലാതെയാണ് കല്യാണം നടന്നതെങ്കിലും നമ്മൾ ഇതിനു മുമ്പേ ജീവിച്ചു തുടങ്ങിയില്ലേ സച്ചിയേട്ടാന്നൊക്കെ പറയുന്നുണ്ട് രേവതി. ഒരുപാട് ഇഷ്ടത്തോടെ കല്യാണം കഴിച്ച് പിന്നീട് പൊരുത്തപ്പെടാൻ കഴിയാതെ പിരിഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ സച്ചിയേട്ടാ, ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ച് ഒരിക്കലും പിരിയാനാവാത്ത വിധം അടുത്തില്ലേ എന്നൊക്കെ രേവതി പറയുമ്പോ നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന് സച്ചി ചോദിക്കണതും 2 തവണ സച്ചിയേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടും സച്ചിയേട്ടൻ അത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് നീ എന്നെ ഒരു റൗഡി ആയിട്ടല്ലേ കണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ സച്ചിയേട്ടൻ ഇപ്പോഴും ഒരു റൗഡി തന്നെയാണല്ലോ, പക്ഷെ ഇന്ന് എനിക്ക് റൗഡിയെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിലും രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ എന്തിനാ എപ്പോഴും എന്നെ റൗഡി എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ സച്ചിയേട്ടനും പെട്ടെന്ന് ദേഷ്യം വന്ന് വഴക്കുണ്ടാക്കും. അങ്ങനെയുള്ളവരെ റൗഡി എന്നല്ലാതെ പിന്നെന്താ വിളിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് രേവതി. അങ്ങനെയാണെങ്കിൽ ഈ റൗഡി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് വട്ടം കറക്കുന്നുണ്ട് സച്ചി. സച്ചിയുടെ ആ പ്രവൃത്തി വളരെയധികം ആസ്വദിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് രേവതി. അതേസമയം അവരുടെ റൂമിന് മുന്നിലൂടെ പോകുന്ന ചന്ദ്രയാണെങ്കിൽ അവരുടെ കളിച്ചിരിയൊക്കെ കേൾക്കുന്നതും അസൂയയോടെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്.